ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഇതാണ്: 7 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു സമചതുരമാണ്, ഒരു സ്ക്വയർ വേണം. 7 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഏരിയയുള്ള ഒരു സ്ക്വയർ, ഒരു സമചതുരം വേണം. അതെങ്ങനെ വരക്കാം എന്നാണ് ഞാൻ പറയുന്നത്. വളരെ സിമ്പിളാണ്, ഒരു പ്രയാസമൊന്നുമില്ല, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് പരപ്പളവ് നമുക്ക് എത്ര ആയിരിക്കണം? 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം, 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. ഇങ്ങനെയുള്ള ഒരു സമചതുരം, ഒരു സ്ക്വയർ എങ്ങനെ വരക്കാം? അപ്പോൾ 7 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് ആണെങ്കിൽ ഒരു സൈഡ് വേണ്ടേ സമചതുരം വരക്കാം അല്ലേ? ഏതെങ്കിലും ഒരു സൈഡ് വേണം. ആ സൈഡിൻ്റെ ലെങ്ത് അറിയാൻ നമുക്ക് ഒരിക്കലും സമചതുരം വരക്കാൻ പറ്റില്ല. പക്ഷെ അതിന് പറയുന്ന കാര്യം എന്താ? 7 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് വേണം. അപ്പോൾ ഒരു സൈഡ് നമുക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞേ പറ്റൂ. ഒരു സൈഡ് എത്ര വരിക? ഒരു വശം എത്ര വരും? വശം ഇൻറ്റു വശമാണ് 7 കിട്ടേണ്ടത്. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 7 കിട്ടുന്ന സംഖ്യ ഏതാ? ഒരു സംഖ്യയെ അതേ സംഖ്യ ഗുണിച്ചാൽ 7 കിട്ടുന്ന സംഖ്യ ഏതാ? അത് പ്രയാസമാണ്, പറയാൻ പ്രയാസമാണ് അല്ലേ? പറയാൻ പറ്റുമോ? കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയില്ല, കൃത്യമായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം 1 × 7 7 1 × 7 7. പക്ഷെ 1 7 സെയിം അല്ല, തുല്യമല്ലല്ലോ. തുല്യമായിരിക്കണം. 2 തുല്യ സംഖ്യകൾ ഗുണിച്ച് കഴിഞ്ഞാൽ 7 കിട്ടണം. അങ്ങനത്തെ ഏതെങ്കിലും സംഖ്യ നമുക്ക് എപ്പോഴും പറയാൻ പറ്റും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഏകദേശമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇറാഷണൽ നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഭിനയ സംഖ്യ പഠിച്ചിട്ടുണ്ടല്ലേ? അത് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യുന്നത് ഇതാണ്. ഞാൻ ഇതിൻ്റെ ഒരു ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. √2 × √2 നമുക്കറിയാം 2 ആണ്. √2 × √2 2 ആണ്. തൊട്ട് മുന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്താണ്. √3 × √3 3 ആണ്. √5 × √5 5 ആണ്. √7 × √7 എത്രയാണ്? 7 ആണ്. ഇതാണ് നമുക്ക് വേണ്ടത്. √7 × √7 = 7 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് എത്ര ആയാൽ മതി? സ്ക്വയറിൻ്റെത് √7 ആയാൽ മതി. അപ്പോൾ ഇത് √7 ആയിരിക്കും. ഇത് √7ഉം ഇത് √7 ആണെങ്കിൽ √7 × √7 എത്ര കിട്ടും? 7 കിട്ടും. അപ്പോൾ 7 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ്, വൺ സൈഡ് എന്ന് പറയുന്നത് √7 സെൻറ്റിമീറ്റർ ആണ്. 7 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് ഉള്ള ഒരു സമചതുരത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് √7 ആണ് എന്ന് മനസ്സിലാക്കണം. നമുക്ക് വേണ്ട ഒരു സമചതുരം വേണം, അതിന് പരപ്പളവ് ഏരിയ 7 ആയിരിക്കുകയും വേണം. ശ്രദ്ധിക്കേ. അപ്പോൾ നമുക്കുള്ള ഒരു ടാസ്ക് ഇതാണ്: എങ്ങനെയാണ് √7 വരക്കുക? √7 എങ്ങനെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് സമചതുരമാക്കി മാറ്റാൻ പറ്റും. അത് പ്രയാസമൊന്നുമില്ല. നിങ്ങൾക്ക് സമയം ഒരു വശം കിട്ടിക്കഴിഞ്ഞാൽ സ്ക്വയർ വരക്കുക നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചതാണ്. 90 ഡിഗ്രി വെച്ച് എന്ത് ചെയ്യാൽ മതി? സൈഡ്സ് ഉണ്ടാക്കിയാൽ മതി. നമുക്ക് പറയാം. പക്ഷെ നമ്മൾ ടാസ്ക് എന്താ? √7 എങ്ങനെ വരക്കാം? √7 നമുക്ക് ഒരിക്കലും സ്കെയിൽ കൊണ്ട് വരക്കാൻ പറ്റില്ല അല്ലേ? √7 കൃത്യമായൊരു വാല്യൂ ഇല്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് √7 എങ്ങനെ നമുക്ക് വരക്കാം? സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്, പക്ഷേ സ്കെയിൽ മെഷർ ചെയ്തിട്ടല്ല. അല്ലാണ്ട് എങ്ങനെയാണ് √7 വളരെ കൃത്യമായിട്ട് നമുക്ക് വരക്കുക എന്നാണ് ആ ഐഡിയ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, മട്ടത്രികോണം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. മട്ടത്രികോണത്തിൻ്റെ പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പറയാൻ പറ്റും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വേണം. ഓക്കെ, ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് √7 അല്ലെങ്കിൽ 7 ആവുന്ന തരത്തിലുള്ള, √7 നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് പല രീതിയിൽ ആലോചിക്കാം. 7 ആക്കാം, √7 എങ്ങനെ നമുക്ക് ആലോചിച്ച് നോക്കാൻ പറ്റും? എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ 2 സൈഡ് നമുക്ക് എന്തെടുത്താൽ ഇത് നമുക്ക് √7 കിട്ടും എന്നാണ് വേണ്ടത്. ഇത് 2 സൈഡ് എന്തെടുത്താലാണ് ഇവിടെ √7 കിട്ടുക എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഹൈപ്പോട്ന്യൂസ്. ഇത് ബേസാണ്, ഇത് ഹൈപ്പോട്ന്യൂസാണ്. ഓക്കെ, ഇത് പാദമാണ്, ഇത് കർണമാണ്. ഇത് ലംബമായിട്ട് വരും, പെർപെൻഡിക്കുലറായിട്ട് വരും, ആൾട്ടിറ്റ്യൂഡായിട്ട് വരും. അപ്പോൾ നമുക്ക് അറിയുന്ന ഫോമുല ഇതാണ്: ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു √ എന്താണ്? ഹൈപ്പോന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഇത് √7 വരുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയാണ് റൂട്ടിൻ്റെ ഉള്ളിൽ നമ്പേഴ്സ് എഴുതുക എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ലെങ്ത് നമുക്ക് √7 കിട്ടണം. ആൻസർ നമുക്കറിയാം, ആൻസറിലേക്ക് നമ്മൾ ക്വസ്റ്റ്യൻ മാറ്റുക ചെയ്യുന്നത്. ശരിക്കും നമ്മൾ സാധാരണ എന്താണ് ചിന്തിക്കുന്നത്, നേരെ വ്യത്യസ്തമാണ്, തിരിച്ചാണ് ചിന്തിക്കുന്നത്. ആൻസർ നമുക്ക് വേണ്ടത്രയാ √7 നമ്മൾ ആദ്യം മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് √7 വരക്കുന്ന രീതിയിൽ എങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, അതാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് വേണ്ടത് ഇവിടെ 2 നമ്പേഴ്സ് എഴുതാൻ പറ്റണം. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഒരു നമ്പർ എഴുതുന്നു, ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയാം. വെറുതെ ഒരു എക്സാമ്പിൾ, ഇവിടെ ഞാൻ 5 എഴുതുന്നു, ഇവിടെ ഒരു 3 എഴുതുന്നു വെറുതെ. അപ്പോൾ 5ൻ്റെ സ്ക്വയറാണ് ഇവിടെ വരിക, മൈനസ് 3ൻ്റെ സ്ക്വയറാണ് ഇവിടെ വരിക അല്ലേ. 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, 3ൻ്റെ സ്ക്വയർ 9, 25 നമ്മൾ പോയ എത്രയാ, √16, അത് 4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്ക് 4 അല്ല വേണ്ട, നമുക്ക് എത്രയാണ് വേണ്ടേ, √7 വേണ്ടത്. അപ്പോൾ 5, 3 എടുക്കുന്നത് നമുക്കറിയാം, ഇത് 4 ആയിരിക്കും. അത് നമ്മളിവിടെ ചെയ്ത് വെച്ചത് 4 ആയിരിക്കും അല്ലേ, 4 സെൻറ്റിമീറ്റർ ആണേ, 4 ആയിരിക്കും. പക്ഷെ നമുക്ക് 4 അല്ല വേണ്ടത്, നമുക്ക് എത്രയാണ് വേണ്ടേ, √7. അപ്പോൾ ഇവിടെ എന്ത് ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് ശരിക്കും പ്രയാസം. ആൻസർ ചെയ്യാൻ വേഗം കഴിയും, ഒരു സൂത്രമാക്കി ഒരു ഫോമുല അറിഞ്ഞാൽ മതി. പക്ഷെ അതിനനുസരിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് പ്രയാസം. ആൻസർ വരുന്ന രീതിയിൽ ആൻസർ നമ്മൾ മുന്നേ ഫിക്സ് ചെയ്തു, √7 ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് പ്രയാസം. അപ്പോൾ എന്ത് ചേഞ്ചാണ് ഇവിടെ വരുത്തേണ്ടതെന്ന് മനസ്സിലാക്കണം. ഇവിടെയൊക്കെ എന്ത് കൊടുക്കണം എന്നാലാണ് √7 കിട്ടുക. ഇതാണ് നമുക്കിപ്പം തൽക്കാലം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതായത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടതെന്നോ, h² എന്ന് പറഞ്ഞാൽ കർണത്തിൻ്റെ സ്ക്വയറാണ്. അതെപ്പോഴും ഒരു പൂർണ്ണവർഗമായിരിക്കും, പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും അല്ലേ. ബേസിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴും ശരിക്കും അതൊരു പെർഫെക്റ്റ് സ്ക്വയർ എപ്പോഴും വരിക, ബേസിൻ്റെ സ്ക്വയർ അല്ലേ, അതൊരു പൂർണ്ണവർഗം വരിക. ഏത് 2 പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമാണ് 7 എന്ന് നോക്കിയാൽ മതി. ഏത് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് 7 വരിക, √7 അല്ല 7, കാരണം റൂട്ടിൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. h² - b² 7 കിട്ടിയാൽ മതി. ഓക്കെ, ഏത് 2 ശ്രദ്ധിക്കണേ, കൃത്യമായി ശ്രദ്ധിക്കേ, ഏത് 2 പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമാണ് 7 വരിക, ഏത് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് 7 വരുന്നത് എന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ വേഗം ആൻസർ കിട്ടും. നമുക്കറിയുന്ന കുറേ പൂർണ്ണവർഗങ്ങൾ എഴുതി നോക്കിയാൽ മതി. ഒന്നൊരു പെർഫെക്റ്റ് സ്ക്വയറാണ്, 4, 9, 16, 25, 36 എന്നാൽ വേഗം ചെയ്യാൻ പറ്റും. ഇതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, 7 എന്ന് പറയുന്നത് ഏതോ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം 4, 1 തമ്മിലുള്ള വ്യത്യാസം 3, അപ്പോൾ ഇതല്ല. 1ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം 8 ആണ്, അപ്പോൾ അതുമല്ല. ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് കണ്ടോ, 9ഉം 16ഉം, 16ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ, 7 ആണ്, 7 ആണ്. 9, 7, 16, അപ്പോൾ കിട്ടി, സംഭവം കിട്ടി. ഇപ്പോൾ 16 ഹൈപ്പോന്യൂസിൻ്റെ സ്ക്വയർ ആവണമെങ്കിൽ ഹൈപ്പോന്യൂസ് 4 ആയിരിക്കണം. 4ൻ്റെ സ്ക്വയറാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞല്ലേ. ബേസ് സ്ക്വയർ 9 ആണെങ്കിൽ ബേസ് 3 ആയിരിക്കണം. കുറച്ച് ആലോചിച്ചാൽ കിട്ടും, ഒരു പ്രയാസമില്ല. ഇവിടെ 16 എന്ന് കൊടുക്കരുതേ, 16, 9 കൊടുത്താൽ പിന്നെയും 16 വർഗം കാണേണ്ടി വരും, അപ്പോൾ കിട്ടൂല. ഹൈപ്പോന്യൂസ് സ്ക്വയർ 16, കർണത്തിൻ്റെ സ്ക്വയർ 16 ആവണമെങ്കിൽ കർണം എത്രയായിരിക്കണം, 4 ആയിരിക്കണം. ഹൈപ്പോന്യൂസ് 4 ആയിരിക്കണം, ബേസ് 3 ആയിരിക്കണം. ഞാനിതൊന്ന് ചെയ്തു തരാം, എന്നാൽ വേഗം മനസ്സിലാവും. √ ഹൈപ്പോന്യൂസ് സ്ക്വയർ 4 ആണ്, 4ൻ്റെ സ്ക്വയർ 4² എന്ന് വരും, മൈനസ് ബേസ് 3 ആണ്, അപ്പോൾ 3² എന്ന് കിട്ടും, ഈക്വൽ ടു √ 4ൻ്റെ സ്ക്വയർ 16 മൈനസ് 3ൻ്റെ സ്ക്വയർ 9, 16 9 കുറച്ചാൽ 7, അപ്പോൾ എന്ത് കിട്ടും, √16 9 കുറച്ചാൽ √7 എന്നിട്ട് √7 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചാൽ കർണം 4ഉം ബേസ് 3ഉം ആക്കിക്കൊണ്ട് ഒരു മട്ടത്രികോണം വരക്കാൻ പറ്റിയാൽ, മട്ടത്രികോണം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരക്കാൻ പറ്റിയാൽ അതിന് ഓൾട്ടിറ്റ്യൂഡ് ലംബം എന്ന് പറയുന്നത് √7 ആയിരിക്കും. √7 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സ്ക്വയറാക്കി മാറ്റി വരയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ കൺസ്ട്രക്ഷൻ നിർമ്മിതിയിലൊക്കെ പോകുന്നതിന് മുന്നേ ഞാൻ ഇതൊന്നും കൂടി പറഞ്ഞുതരാം. നമുക്ക് വേണ്ടത് 7 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പുള്ള ഒരു സമചതുരമാണ്.
അപ്പോൾ അതിനൊരു വശം നമ്മൾ √7 എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. കാരണം √7 ആണ് 7 എന്ന് മനസ്സിലാക്കണം. അതൊക്കെ ടക്കെന്ന് മനസ്സിലാക്കാം. കാരണം ഏതാണോ സംഖ്യ അതിൻ്റെ റൂട്ടായിരിക്കും എന്ത് വരിക, ഒരു വശം വരിക. ഇനി 5 cm² പരപ്പുള്ള ഒരു സമചതുരമാണെങ്കിൽ അതിൻ്റെ ഒരു വശം √5 ആയിരിക്കും. 8 cm² പരപ്പുള്ള ഒരു സമചതുരമാണെങ്കിൽ അതിൻ്റെ ഒരു വശം √8 ആയിരിക്കും. 12 cm², 12 cm² ഒരു ഏരിയ ഉള്ള ഒരു സമചതുരമാണ് വേണ്ടെങ്കിൽ അതിനൊരു വശം √12 ആയിരിക്കും. എന്താണോ ഏരിയ അതിന് റൂട്ട് ഇട്ടാൽ മതി. സമചതുരമാണെങ്കിലാണേ, സ്ക്വയർ ആണെങ്കിലാണ്. അങ്ങനെ ആകുമ്പോൾ 7 ആണെങ്കിൽ അതിൻ്റെ റൂട്ട് ഇടുമ്പോൾ √7 കിട്ടും. ഇനി √7 എങ്ങനെ വരക്കാമെന്നാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ടാസ്ക് അതാണ്, എങ്ങനെയാണ് √7 വരക്കുക. അപ്പം മനസ്സിലാക്കുന്ന കാര്യം, ഓൾട്ടിറ്റ്യൂഡാണ് √7 ആവേണ്ടത്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ആണ് ഫോമുല നമുക്കറിയാം, √h² - b² ആണ്. കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ആണ് ഓൾട്ടിറ്റ്യൂഡ് കണ്ട ഫോമുല √. അപ്പോൾ ഈ റിസൾട്ടാണ് √7 വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ h എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്, കർണമാണ്. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും അതൊരു പൂർണ്ണവർഗമായിരിക്കും, പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ബേസിൻ്റെ സ്ക്വയറും അതെന്തായിരിക്കും, ബേസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അതൊരു പെർഫെക്റ്റ് സ്ക്വയറാണ് വരിക. ക്ലിയർ അല്ലേ? അങ്ങനെ ആകുന്ന സമയത്ത് എണ്ണസംഖ്യയുടെ കേസിലാണ് പറയുന്നത്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിലാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ h² - b² എന്ന് പറയുന്നത് √7 ആണെങ്കിൽ ഏതോ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് 7 ആവണം. ഏതോ 2 പൂർണ്ണവർഗ്ഗങ്ങളുടെ വ്യത്യാസം എത്രയാവണം, 7 ആവണം. അപ്പം നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, നമുക്ക് ആവുന്ന പോലെ ഒന്ന് എഴുതി വെക്കുക. കുറച്ച് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് പൂർണ്ണവർഗ്ഗങ്ങൾ എഴുതാം. 1 2ൻ്റെ 4 ആണ്, 3ൻ്റെ 9 ആണ്, 4ൻ്റെ 16 ആണ്, 5ൻ്റെ 25 ആണ്. അത് മനസ്സിലാക്കില്ലേ? പൂർണ്ണവർഗ്ഗം എന്താ, ആ സംഖ്യ അതുകൊണ്ട് തന്നെ ഗുണിക്കുക. 1 × 1 1, 2 × 2 4, 3 × 3 9, 4 × 4 16. അതാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് പറഞ്ഞാൽ, പൂർണ്ണവർഗ്ഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതോ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ വ്യത്യാസം 7 ആണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നു അത് 9ഉം 16ഉം ആണ്. അപ്പോൾ 16h² ആവണമെങ്കിൽ h എന്ന് പറയുന്നത് 4 ആയിരിക്കണം. ബേസിൻ്റെ സ്ക്വയർ 9 ആവണമെങ്കിൽ ബേസ് 3 ആയിരിക്കണം, 3 ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ √4² - 3² √16 - 9 √7 cm എന്ന് കിട്ടും. അപ്പോൾ നമുക്കിത് ചെയ്തെന്തിനാ, ഇതൊക്കെ എഴുതി വെക്കുക. നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുക വേണ്ടത്. ഇതാ, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് കൊണ്ടുവരാം. നമുക്ക് ചോദിക്കുന്നത് സമചതുരം വരക്കാനാണ് ചോദിക്കുന്നത്. നമ്മളതിൻ്റെ വശങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചു. ഇങ്ങനെ ഒരു ഫിഗർ നമ്മൾ കറക്റ്റായിട്ട് വരക്കണം. അപ്പോൾ വരക്കുന്ന കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പോൾ റഫായിട്ട് വരച്ച ഫിഗർ, ഈ ഫിഗറാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരക്കേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 3 cm ലെങ്ത്തിൽ ഒരു വെറുതെ ഒരു വര വരക്കുക. നമുക്ക് ശരിക്കും ഈ എക്സാമിന് ഇപ്പോൾ ഇതേ ചെയ്യേണ്ടു, ബാക്കിയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എക്സാമിന് നമ്മൾ ചെയ്യേണ്ട ഇതാണ്, 3 cm നീളമുള്ള ഒരു വര വരക്കുക. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് അതിനൊന്നും അറിയില്ല, അതുകൊണ്ട് ഇത് 90 ഡിഗ്രി വരിക. അപ്പോൾ ഇവിടെ പൊട്ടാൻഡർ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 90 ഡിഗ്രിയിൽ ആംഗിൾ ഉണ്ടാക്കുന്നു. ഇത് 90 ഡിഗ്രി അങ്ങ് നീട്ടി വരക്കുക. ഓക്കെ, ആദ്യം 3 cm, വരക്കാൻ വളരെ സിമ്പിളാണ്, പക്ഷേ ഈ ഐഡിയ കൊണ്ടുവരാനാണ് പ്രയാസം. 3 cm ലെങ്ത്തുള്ള ഒരു വര വരക്കുക, 3 cm വര വരക്കുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് 90 ഡിഗ്രിയിൽ പൊട്ടാറ്റോ ഉപയോഗിച്ചുകൊണ്ട് നേരെ ഒരു വര വരക്കുക. എന്നിട്ട് ഇവിടുന്ന് മുതൽ ഇങ്ങോട്ടുള്ള ലെങ്ത്ത് 4 cm ആണ്. അപ്പോൾ കോമ്പസിൽ 4 cm കറക്റ്റ് അളവെടുക്കുക. എന്നിട്ട് ഈ 3 വെച്ചിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരക്കുക, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരക്കുക. എന്നിട്ട് ഇവ തമ്മിൽ ജോയിൻ ചെയ്യും. അപ്പോൾ ഇത് 4 ആയിരിക്കും. ഇത് 4ഉം ഇത് 3 ആണെങ്കിൽ ദിസ് ഷുഡ് ബി √7, അത് √7 ആയിരിക്കും, നോ ഡൗട്ട്. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്, അതാണ് നമ്മളിപ്പോൾ ചെയ്തത്, പ്രൂവ് ചെയ്ത് കാണിച്ചതാണ്, സ്റ്റെപ്പിൽ പ്രൂവ് ചെയ്ത് കാണിച്ചതാണ്. 4² 16 - 9 √7 ആയിരിക്കും, പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, 3 cm ഒരു വര വരക്കുക, 90 ഡിഗ്രി ഒരു ആംഗിൾ ഉണ്ടാക്കുക, ഇവിടെ 4 cm കട്ട് ചെയ്യുക. കാരണം ഈ റഫ് ഫിഗറാണ് നമ്മൾ കറക്റ്റായിട്ട് വരക്കുന്നത്. അപ്പോൾ ഈ ലെങ്ത്ത് √7 ആണ്. ഇനി ഇത് നമുക്ക് സമചതുരാക്കി മാറ്റണം, സ്ക്വയറാക്കി മാറ്റണം. അതിന് ചെയ്യേണ്ട ഇതാണ്, ഇവിടെ ഒരു പോയിന്റ് കാണാം, ശ്രദ്ധിക്കേ, ഇവിടെ ഒരു പോയിന്റ് കാണാം. നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പൊട്ടാറ്റോ ഇങ്ങനെ വെച്ചിരുതാ, ഇങ്ങനെ പൊട്ടാറ്റോ വെച്ചിട്ട് ഇവിടുന്ന് ഒരു ആംഗിൾ ഇങ്ങോട്ട് ഉണ്ടാക്കുക 90 ഡിഗ്രിയിൽ. അതുപോലെ ഇവിടെ ഇങ്ങനെ പൊട്ടാറ്റോ വെച്ചിട്ട് 90 ഡിഗ്രി ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാക്കുക, ഒരു സൈഡ് വരക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക 90 ഡിഗ്രിയിൽ. കാരണം സ്ക്വയറിൻ്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. എന്നിട്ട് വളരെ കൃത്യമായിട്ട് √7 എത്രയാണ് കോമ്പസിലിങ് എടുക്കുക, ഈ ലെങ്ത്ത് ഇവിടുന്ന് മുതൽ ഇവിടുത്തെ വരെ കറക്റ്റ് ലെങ്ത്ത് എടുക്കുക കോമ്പസിൽ. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കും വരക്കുക, ഇങ്ങനെ ഇതാക്കും വരക്കുക.
ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരക്കുക. അതേ സംഭവം തന്നെ വളവ് വ്യത്യാസപ്പെടുത്താതെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരക്കുക, ഇങ്ങനെ ഒരു ആർക്ക് വരക്കുക. എന്നിട്ട് ഇവ നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് √7 ആണ്. അപ്പോൾ ഇതും √7 ആയിരിക്കും, ഇതും √7 ആയിരിക്കും, ഇതും √7 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ് √7 ഇൻറ്റു √7 7 എന്ന് കിട്ടും. അതാണ് അതിൻ്റെ പരപ്പളവ് വരും. പ്രയാസമില്ലല്ലോ? അപ്പോൾ 3 സെൻറ്റിമീറ്റർ ലെങ്ത്തിലൊരു വര വരക്കുക, 90 ഡിഗ്രിയിൽ എന്ത് ചെയ്യുക? എങ്കിൽ ഉണ്ടാക്കുക. ഞാനൊരു പ്രാവശ്യം പറയാം. ഓക്കെ, ഇപ്പോൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട, ക്ലിയർ ആവാത്തവർ ഒന്നും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ റഫ് ഫിഗർ ഉണ്ട് അല്ലേ? റഫ് ഫിഗർ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? 3 സെൻറ്റിമീറ്ററിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. എന്നിട്ട് പൊട്ടാട്ട് വെച്ചുകൊണ്ട് 90 ഡിഗ്രിയിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുക. അതങ്ങ് വരച്ചിട്ടേക്കാം. ഈ ലെങ്ത് 4 സെൻറ്റിമീറ്ററാണ്. ഇവിടെ വെച്ചിട്ട് 4 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യാം. ഇപ്പോൾ തമ്മിൽ ജോയിൻ ചെയ്യാം. ഇതുവരെ ഓക്കെ ആണല്ലോ, പ്രയാസമില്ലല്ലോ. അപ്പോൾ ഇത് √7 ആയിരിക്കും. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യം അല്ലേ? ഇത് √7 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി എങ്ങനെയാണ് സ്ക്വയറാക്കി മാറ്റുക എന്നുള്ളതാണ്. പ്രയാസമൊന്നുമില്ല. ഇവിടെ പൊട്ടായിട്ട് വെച്ചിട്ട് ചെരിച്ച് വെച്ചിട്ട് ഈ പോയിൻറ്റും ഈ പോയിൻറ്റും നമ്മൾ മാർക്ക് ചെയ്യണം. ഇവിടുന്ന് 90 ഡിഗ്രിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ഇങ്ങനെ വെച്ചുകൊണ്ട് വരക്കുന്നു. അതുപോലെ ഇവിടെയും പൊട്ടായിട്ട് വെച്ചുകൊണ്ട് 90 ഡിഗ്രിയിൽ ഒരു സൈഡ് വരും. ഈ ലെങ്ത് എത്രയാണോ കറക്റ്റ് √7 എത്രയാണോ അതങ്ങനെ തന്നെ ഇവിടെ ഇങ്ങനെ ആർക്ക് വരും. ഇവിടെ വെച്ചിട്ട് ആർക്ക് വരക്കുക. അങ്ങനെ അതേ ലെങ്ത് ഇവിടെ വെച്ചിട്ടും ഇങ്ങനെ ഒരു ആർക്ക് വരക്കുക. വ്യത്യാസപ്പെടുത്തരെ √7 തന്നെ ആയിരിക്കണം, ഈ ലെങ്ത് തന്നെ ആയിരിക്കണം. എന്നിട്ട് ഇവ തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് വേണ്ട സ്ക്വയർ കിട്ടി, സമചതുരം കിട്ടി. ഓക്കെ, ഒരു പ്രയാസമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് വളരെ വൃത്തിയിൽ എന്ത് ചെയ്യുക? കേട്ട് മനസ്സിലാക്കുക, എന്നിട്ട് അത് നോട്ടിലേക്ക് വരക്കുക. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക.